ഹായ് ഹലോ. അപ്പോൾ ഞാനിങ്ങനെ യൂട്യൂബ് സ്ക്രോൾ ചെയ്ത് പോയപ്പോൾ മാളവിക കൃഷ്ണദാസിൻ്റെ ഒരു ഹോം ടൂർ കണ്ടു കേട്ടോ. എന്താ പറയുക, ഞാൻ വിചാരിച്ച പോലെ തന്നെ ആയിരുന്നില്ല. ഞാനത് കണ്ടപ്പോൾ വിചാരിച്ചു ഇങ്ങനെ ഒരു സാധാരണ രീതിയിലൊക്കെ വീട് എന്നൊക്കെ രീതിയിൽ അങ്ങനെ ചിന്തിച്ച് പോയിട്ടോ. അത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഒന്ന് കണ്ടു നോക്കൂ നിങ്ങൾ. Hello everyone and welcome back to my channel and welcome to our new home, Gulmohan. അല്ലേ, ഒരു പഴയ ഒരു വീടിൻ്റെ ഒരു ലുക്ക് ബേസ് ഒരു എന്താ പറയുക, ഒരു തനിമ നിലനിർത്തി നമുക്ക് പറയാം അല്ലേ. പഴമയുടെ ഒരു തനിമ നിലനിർത്തിക്കൊണ്ട് ആ ഒരു സംസ്കാരം എനിക്ക് തോന്നിയ കാര്യം തന്നെയാണ് ഒട്ടുമിക്ക എല്ലാവർക്കും തോന്നിയെന്നുള്ളത് കമൻറ്റ് ബോക്സ് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായിട്ടോ. എന്താ പറയുക, അതിലൂടെ കമൻറ്റ്സ് വായിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വർഗം പോലൊരു വീട്, അതുപോലെ ട്രെൻഡ് ഒരിക്കലും നഷ്ടപ്പെടാത്ത രീതിയിലുള്ളൊരു വീട്, അതുപോലെ എന്താ ഓരോ കോണിലും വീടിൻ്റെ ഓരോ കോണിലും പഴമയുടെ സൗന്ദര്യം അല്ലേ അത് നിറഞ്ഞു നിൽക്കുകയാണ് എന്നുള്ള രീതിക്കാണ്, തനിമ നിലനിർത്തിയിട്ടുണ്ട്. പിന്നെന്താ പറയുക, ഓരോ ഇപ്പോൾ ചെറിയ ചെറിയ യൂട്യൂബേഴ്സ് ആണെങ്കിൽ കൂടി അവരെന്താ പറയുക 2 നില വീട് 3 നില വീട് അങ്ങനെയാണ് നമ്മൾ സാധാരണ കാണുന്നത്. ഓരോരുത്തരുടെ ഹോം ടൂർ കണ്ടാലും വ്യത്യസ്ത രീതിയിൽ ആഡംബരത്തോട് കൂടിയിട്ടാണ് ഓരോ വീടുകൾ ചെയ്യുന്നത്. അവരെ കുറ്റം പറയുന്നതല്ല കേട്ടോ. നമ്മുടെ വീട് എന്ന് പറയുമ്പോൾ ഒരു സ്വപ്നമാണ്, നമ്മൾക്ക് എങ്ങനെയാണ് താല്പര്യം അതിനനുസരിച്ചാണ് നമ്മൾ വീട് കെട്ടിപ്പൊക്കുന്നത്. അപ്പോൾ ഈ മാളവികയിൽ വീടിനെ കുറിച്ച് നോക്കുമ്പോൾ നമ്മുടെ സങ്കല്പത്തിലുള്ള ഒരു വീടിനെ പോലെ എന്നാണ് എല്ലാവരും പറയുന്നത്. ഒരു കൊച്ചു വീടാണെങ്കിൽ കൂടി അതിലെന്താണ് നമുക്ക് ആ വീട് കാണുമ്പോൾ തന്നെ മനസ്സിനൊരു കുളിർമയാണ്, ആ ഒരു തനിമ. നമ്മൾ തറവാട് വീട് എന്നൊക്കെ പറയില്ലേ, ആ ഒരു അന്തരീക്ഷമാണ് നമുക്കവിടെ കാണാൻ കഴിഞ്ഞത്. പിന്നെ അതിൻ്റെ ഉള്ളിലോട്ട് പോകുമ്പോൾ എന്നുള്ളൊരു വീട് നമുക്ക് കാണാം കേട്ടോ. അതിൻ്റെ അകവശം നമുക്ക് എങ്ങനെ നോക്കാം. ഒരു എസ്തെറ്റിക് വൈബ് കൂടെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ആ തിണ്ണയൊക്കെ കണ്ടോക്ക്, ആ തിണ്ണ നമുക്ക് പഴയ രീതിയിലാണെങ്കിൽ കൂടി അതെന്താണ് ഒന്ന് മോഡലൈസ് ചെയ്തിട്ടാണ് നമുക്ക് അത് ഒരു എന്താ പറയുക, നമുക്ക് കണ്ടാൽ ഒന്നുകൂടി മനസ്സിലാവും. എനിക്ക് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്നറിയില്ല. ആ ഒരു പഴയ തറവാട്ട് വീട്ടിലെ തിണ്ണകളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോഫയിനേക്കാൾ കൂടുതൽ അവർ തിണ്ണയാണ്, 2 സൈഡിലും തിണ്ണയായിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത്, വീട് വർക്ക് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ കണ്ടു നോക്കൂ, അടിപൊളിയായിട്ടുണ്ട് അല്ലേ. അവർ വീടിൻ്റെ ഓരോ ഈ കമൻറ്റ് ബോക്സ് ഓരോരുത്തർ പറയുന്ന പോലെ തന്നെ ഓരോ കോണിലും നമുക്ക് നമ്മുടെ തറവാട് വീടിൻ്റെ ഒരു എന്താ പറയുക മികച്ച രൂപം നമുക്ക് കാണാം. തറവാട് വീടിൻ്റെ വെച്ച് നോക്കുമ്പോൾ അല്ലേ ആ ഒരു കണക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ കുറേ ആഡംബര വീടുകൾക്കിടയിൽ ഇങ്ങനെ ഒരു വീട് കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. നമ്മളൊക്കെ സ്വപ്നത്തിൽ ഇങ്ങനെയാണല്ലേ, നമ്മളെ സ്വപ്നത്തിൽ സ്വർഗ വീട് എന്നൊക്കെ ഓരോരുത്തർ കമൻറ്റ് ചെയ്തിട്ടുണ്ടത്. അതുപോലെ തന്നെ അവരുടെ പുറത്ത് അന്തരീക്ഷവും അടിപൊളിയാണ്. എന്താ പറയുക, ഉച്ചം പറയാനില്ല നമുക്ക്. ഞാനൊരു ഹോം ടൂറൊക്കെ ഫുള്ളായിട്ട് കാണുന്നത് മാളവികയുടെ ഈ ഒരു വീഡിയോയിലാണ് കേട്ടോ. സാധാരണ എനിക്ക് ഹോം ടൂറൊക്കെ കുറച്ച് കണ്ടു കഴിഞ്ഞാൽ തന്നെ മടുക്കും, അവരിങ്ങനെ കുറേ നീട്ടി വലിക്കുന്നതായിട്ട് തോന്നും. പക്ഷേ ഇത് കാണുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഓരോ മുക്ക് മൂല നമുക്ക് കാണുമ്പോൾ നമ്മൾ തറവാട് വീടിൻ്റെ ഒരു ഫീലിനെ നമുക്ക് കിട്ടുന്നത്. എന്ത് ഭംഗിയിൽ അവർ ചെയ്തിട്ടുള്ളത്, അടിപൊളിയായിട്ടുണ്ട് അല്ലേ. നമുക്ക് കണ്ടുകൊണ്ടേ ഇരിക്കാൻ തോന്നും. എന്താ പെർഫെക്റ്റ് ആയിട്ട് ഓരോന്നും ചെയ്ത് ഏതായാലും അടിപൊളിയായിട്ടുണ്ട്.